രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ആരുമല്ല. ഭാവി മുഖ്യമന്ത്രി എന്നുവരെ യൂത്ത് കോൺഗ്രസുകാർ സ്വപ്നം കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർച്ച അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ഇത്രയും വലിയൊരു തകർച്ച പുള്ളിക്കാരനുണ്ടാകുമെന്ന് ഒരു 3 മാസം മുൻപ് വരെ ആരും കരുതിയില്ല. സമൂഹ മാധ്യമ പ്രചരണങ്ങളിൽ വളരെ പിന്നോക്കമായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റിയെടുത്തതും അവരെ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നതുമൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലുമൊക്കെ ചേർന്നായിരുന്നു. പുതിയൊരു സോഷ്യൽ മീഡിയ സംസ്കാരത്തിന് കോൺഗ്രസിൽ രൂപം കൊടുത്തത് രാഹുൽ മാങ്കൂട്ടം ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ സംസ്കാരമൊക്കെ കിട്ടി. പക്ഷേ തകർച്ച സംഭവിച്ചത് കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു. രാഹുലിൻ്റെ ഈ കയ്യിലിരിപ്പ് നേതാക്കൾക്കെല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനും ശക്തമായ നിലപാട് സ്വീകരിച്ച വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും നേരെ വരെ യൂത്തന്മാരുടെ സൈബർ ആക്രമണമുണ്ടായി. ചില മുതിർന്ന നേതാക്കൾ വരെ അയാളെ പിന്തുണച്ചു എന്ന് പറയുമ്പോൾ അയാൾ കോൺഗ്രസിൽ കൊണ്ടുവന്ന പുതിയ സോഷ്യൽ മീഡിയ സംസ്കാരത്തിൻ്റെ പ്രതിഫലനം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പൊതുജീവിതത്തിൽ ധാർമ്മികതയ്ക്ക് ഒരു സ്ഥാനവുമില്ലെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നത്. പരിതാപകരമാണ് അവസ്ഥ. രാഹുലിനെ അന്നേ പുറത്താക്കിയിരുന്നെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ചർച്ച മുഴുവൻ ഇതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമായിരുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരെ ഇക്കാലം അത്രയും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങളെയെല്ലാം ഇത് അപ്രസക്തമാക്കി കളഞ്ഞു. ഇപ്പോൾ ചെളി പുരണ്ട കൈകളുമായാണ് UDF നിൽക്കുന്നത്. വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടുന്ന വളരെ ക്രിയാത്മകമായ പ്രകടന പത്രികയുമായാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന ക്ഷേമ പദ്ധതികൾ മുൻനിർത്തിയാണ് NDA വോട്ട് ചോദിക്കുന്നത്. അതേസമയം UDFനോ ശൂന്യമാണ് അവരുടെ അജണ്ട. അവർ ഒന്നും മുന്നോട്ട് വച്ചിട്ടില്ല. ഇടുത്തിയായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും. പരമദയനീയമെന്ന് മാത്രമേ കോൺഗ്രസിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളൂ. കോൺഗ്രസ് എന്തിനാണ് ഇതുവരെ വെയിറ്റ് ചെയ്തതെന്നറിയോ? ആനിവേഴ്സറി വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നാമത്തെ ആനിവേഴ്സറിന് പുറത്താക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം MLA ആയിട്ട് ഒന്നാമത്തെ ആനിവേഴ്സറി, കാരണം ഇന്നലെയാണെങ്കിൽ അത് പറ്റുമല്ലോ, ഇന്ന് തന്നെ അത് ആനിവേഴ്സറി പുറത്താക്കാൻ വേണ്ടി. എന്തൊരു കഷ്ടമാണെന്നേ ഇത്, വളരെ കഷ്ടമാണ്. ഇപ്പം എന്താ പറയുക, ക്രിമിനൽ സ്വഭാവമുള്ള പരാതി കിട്ടിയില്ല. എന്ത് വിചിത്രവാദമാണ്! ക്രിമിനൽ സ്വഭാവമുള്ള പരാതി. എന്തുകൊണ്ടാണ് ക്രിമിനൽ സ്വഭാവം പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അറിയോ? ഇന്നും പുറത്താക്കിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം കൂടി തീ വെച്ചിട്ട് പുള്ളി പോയേനെ. കാരണം മുങ്ങിത്താഴെയാണ്. ഇനി ഞാൻ കൈവിട്ടില്ലെങ്കിൽ എന്നെയും കൂടെ വലിച്ച് ഉള്ളിൽ കൊണ്ടുപോകും എന്നുള്ളതുകൊണ്ടാണ് ആ കൈവിട്ടത്. അതുവരെ പിടിച്ചു വെച്ചു. മുങ്ങിത്താഴാൻ പോകുന്ന ആളുടെ ഒരു കൈ കൊടുത്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഇനി നിന്നാൽ ഇനി എന്നെയും കൂടെ വലിച്ച് ഉള്ളിലേക്കിടും, അതുകൊണ്ട് വിട്ടു, ഇനി പോയിക്കോട്ടെ എന്നുള്ളതാണ്. സംരക്ഷിക്കാവുന്നതിൻ്റെ മാക്സിമം സംരക്ഷിച്ചു വന്നേ. ഇനി എന്തെന്നാ അതിന് ഞാൻ പറയുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് മറ്റുള്ള കേസ് പോലെയല്ല. അങ്ങനെ ഞാൻ തീവ്രത കുറഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയും. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്? വലിയ ക്രിമിനൽ കുറ്റാന്നേ. 1, 2, 3 അല്ലല്ലോ. നമ്മൾ അന്ന് തുടങ്ങി പറയുന്ന ഒരു കാര്യമുണ്ട്. റിപ്പോർട്ടർ TV വാർത്ത ബ്രേക്ക് ചെയ്ത് അന്ന് രാത്രി മീറ്റ് പറയുന്നത് 1, 2, 3 അല്ല. ഇത് ചെറിയ കാര്യമല്ല. കാരണം ആ സമയത്ത് നമ്മളെ എല്ലാവരും ഈ സൈബർ കൂട്ടങ്ങളെല്ലാം കൂടി ഒന്ന് ആക്രമിക്കുകയായിരുന്നു, അല്ലേ? വലിയ രീതിയിൽ ആക്രമിച്ചു. എന്തിനാ പറഞ്ഞത്? ഒറ്റ കാര്യം പറഞ്ഞു, 1, 2, 3 അല്ല എന്ന് പറഞ്ഞ കാരണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം എന്താ സംഭവിച്ചത്? രണ്ടാമത്തെ പരാതി വന്നു, ഒന്നാമത്തെ പരാതി കഴിഞ്ഞു, രണ്ടാമത്തെ പരാതി വന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ പരാതിയിൽ FIR ഇട്ട് കഴിഞ്ഞു, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര പൈശാചികമായിട്ടാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യുന്നു. ആലോചിച്ച് നോക്കിക്കേ. ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യാൻ പറ്റിയ കാര്യമാണോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇന്നേ വരെ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരാളുടെ പേര് പറ. ഇങ്ങനെ ഇത്ര ബ്രൂട്ടലായി, ഇത്രയായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി, ഗർഭചിത്രം നടത്തി, അത് കഴിഞ്ഞിട്ട് അടുത്തയാളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. ഇതെന്ത് ശൈലിയാണെന്നേ! ഇദ്ദേഹം എവിടെ ഇരുന്ന് പോസ്റ്റ് ചെയ്താണ്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുടെ പോസ്റ്റിലിരുന്ന ആളാണ് ഈ പറയുന്നത്, അല്ലേ? ആ അധ്യക്ഷന്റെ പോസ്റ്റിൽ ഒരു പരാതിനെ തരുമ്പ് കണ്ടാൽ ഈ പുറത്തു വിടണ്ടായിരുന്നോ? തരുമ്പ് കണ്ടാൽ മതി. കാരണം ആ പോസ്റ്റ് അത്ര ബഹുമാനത്തോട് കോൺഗ്രസ്സുകാർ കാണണമായിരുന്നു. ആ പോസ്റ്റിന്റെ വലിപ്പം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണമായിരുന്നു. മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അന്നേരം പൊതിച്ചോറിന്റെ കുറ്റം പറയാൻ പോയി, അല്ലേ? ആ സമയത്ത് പോയത് പൊതിച്ചോറിന്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത് എന്താ? ഞങ്ങൾ സംരക്ഷിക്കാവുന്ന അത്രയും സംരക്ഷിക്കുമെന്ന് വരുത്തി തീർക്കാൻ. കാരണം അവർ പറഞ്ഞ ന്യായീകരണം എന്താണെന്നറിയോ? യുവാക്കൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണ്ടേ എന്നാണ്. ഇതെന്ത് സപ്പോർട്ടാണ് യുവാക്കൾക്ക് വേണ്ടി? ഇതാണോ സപ്പോർട്ട്? കാരണം ഈ യൂത്ത് കോൺഗ്രസിലും വരുന്ന വനിതാ നേതാക്കന്മാരോട്, വനിതാ പ്രവർത്തകരോട് ഇവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നോ? ഇതുപോലെയുള്ള ആളെ സംരക്ഷിച്ചിട്ടാണോ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്കൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലൊരു സത്യാവസ്ഥ കാണാമായിരുന്നു. എന്താണ് ക്രിമിനൽ സ്വഭാവമുള്ള പരാതി എന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയാ? അതല്ലല്ലോ വേണ്ടത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരോട് പറയുന്നത് കോൺഗ്രസ്സുകാരുള്ള വിദ്വേഷം കൊണ്ടല്ല എന്നുള്ളത് കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കുക. നിങ്ങൾക്കെതിരെ പരാതി വരുന്ന സമയത്ത് അത് കോൺഗ്രസ്സുകാരെന്നുള്ളതല്ല, ആർക്കെതിരെ പരാതി വരുന്ന സമയത്ത് ആ പരാതിയുടെ നിജസ്ഥിതി ഏതെങ്കിലും ഒരു നേതാവിരുന്ന് നോക്കി പഠിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ ആദ്യം കോൺഗ്രസ്സുകാർ പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിച്ച നേതാവിൻ്റെ പേര് BD സതീശൻ എന്നാ.
അദ്ദേഹം അത് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. കോൺഗ്രസിന്റെ ഉള്ളിലും കോൺഗ്രസിന്റെ പുറത്തും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെയുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലെ ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ ഈ വെട്ടിക്കുളിക്കിട്ടും വന്നിട്ട് തകർത്ത് തരിപ്പടാക്കിയില്ലേ? കാരണം ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ? പല പത്രസമ്മേളനങ്ങളും ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ തൊണ്ടയേറിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയോ? അത് CPM-മാരുടെ അറ്റാക്ക് കൊണ്ടല്ല, അത് BJP-ക്കാരുടെ അറ്റാക്ക് കൊണ്ടല്ല. കോൺഗ്രസ് നേതാക്കന്മാർ പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കി വെച്ച റൂമുണ്ടല്ലോ, ഈ പറഞ്ഞ റൂമുകളിൽ കൂടി ഇരുന്നിട്ട് സൈബർ കൂട്ടങ്ങളിൽ ഇരുന്ന് ചെയ്ത പണിയുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാ. അതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെയുള്ള ഓരോ ടീമുകളുടെ ആൾക്കാരായിട്ടാണ്. ഓരോ ടീമുകളുടെ ആൾക്കാർ. എന്താ റീൽ സംഘം എന്ന് പറഞ്ഞിട്ട്? റീൽ സംഘം എന്ന് പറയുന്നത് ഇല്ലേ, ഇന്നും ഇല്ല എന്ന് പറയുന്നുണ്ടോ? കോൺഗ്രസിന്റെ 85% നേതാക്കന്മാർ പറയുന്നു റീൽ സംഘമുണ്ട്, ഇവരാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, ഇവരാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ മോശക്കാരാക്കുന്നത്. ഇന്നും പല ഗ്രൂപ്പുകൾ എടുത്ത് നോക്കിയൊക്കെ നിങ്ങൾ, ഇന്നും പല ഗ്രൂപ്പ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് 2 കാര്യങ്ങളാണ്. ജിമ്മി സാർ പറഞ്ഞ പോലെ, ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഈ നാടിന് വലിയ വിപത്താവേണ്ട റീൽ സംഘം ഒതുങ്ങി. അതാണ് സംഭവം. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ വന്നിട്ട് തലങ്ങും വിലങ്ങും ചീത്തകളും മോശമായ വർത്താനങ്ങളും ആൾക്കാരെയും കുട്ടികളെയും പെൺകുട്ടികളെയും അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാത്ത രീതിയിൽ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടവന്മാരൊക്കെ പെട്ടിയിലടച്ച് വീട്ടിൽ കയറി. ഒരാൾക്ക് ഇപ്പോൾ ഒന്നും പറയണ്ടല്ലോ, ഒരാൾക്ക് പറയണ്ട. അത് പറഞ്ഞുകൊണ്ടിരുന്നവൻ ജയിലിൽ പോയി. എന്തുകൊണ്ടാണ് കാരണം എന്നറിയോ? 130, 140 കേസ് എൻ്റെ പേരിലുണ്ട്, എനിക്കൊരു ചുക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബർമാരുണ്ടായിരുന്നു കേരളത്തിലില്ലേ? എന്താ യൂട്യൂബർമാർ മിണ്ടാത്ത? ഈ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുന്നേ വരെ രാഹുൽ ഗാന്ധി ന്യായീകരിച്ച് പുറത്തേക്ക് ഇറങ്ങണം. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പരാതി, നിങ്ങൾ പരാതി കാണിക്കുക, കുട്ടിയെ കാണിച്ചുകൊണ്ടാ, ഏത് സ്ത്രീയാണ് പീഡിപ്പിച്ചത് കാണിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തകരെ മുഴുവൻ, ഈ സമരത്തിന് മാത്രമല്ല കേരളത്തിലെ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയില്ലേ? ആ ആട്ടിയ സമയത്ത് ഒരാൾ പോലും വന്നിട്ട് സപ്പോർട്ട് ചെയ്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ പേടി, ഈ മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ പേടിച്ചിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വിട്ടേക്കാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് ആരും നീതി വാങ്ങിക്കൊടുക്കുമായിരുന്നു? ആരെങ്കിലും നീതി വാങ്ങിക്കൊടുക്കുമോ? ഈ വാർത്ത ഒരു സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ നിർത്തിയിരുന്നില്ല. പല മാധ്യമങ്ങളും നിർത്തിയല്ലോ. പല മാധ്യമങ്ങളും ഈ വാർത്ത രണ്ടാമത് പൊന്തി വന്ന് ഒരു ദിവസം മൊത്തമായി കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തൊട്ടിട്ടില്ല. ഒരു ദിവസം മുഴുവൻ. എന്തുകൊണ്ട് തൊടാത്തത്? ഇത് ഒതുങ്ങിപ്പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അന്നേരം പറയുന്നത് എന്താ അറിയോ? അന്നേരം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രശ്നം ഒതുങ്ങുകയും സ്വർണ്ണക്കടത്ത് പൊന്തി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. സ്വർണ്ണക്കടത്ത് പൊന്തി വരണം, ഈ പറയുന്ന എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം പൊന്തി വരണം. അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്, അങ്ങനെയല്ല മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്. പക്ഷേ എന്താ സംഭവിച്ചത്? കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള മാധ്യമപ്രവർത്തനം മുഴുവൻ തലങ്ങും വിലങ്ങും വിട്ട് അറ്റാക്ക് ചെയ്തു. ആരാ അറ്റാക്ക് ചെയ്തത്? ഈ പറഞ്ഞ റീൽ സംഘത്തിന്റെ നേതാക്കന്മാരല്ലേ. റീൽ സംഘം പൈസ കൊടുത്തിട്ട് ഇത് മുഴുവൻ ചെയ്യിക്കുന്നത്. അതെങ്ങനെയാണ് കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നത്? കോൺഗ്രസ് പോലെ അടിത്തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അതെന്തുകൊണ്ട് ഇന്നും ചർച്ച ചെയ്തിട്ടില്ല? അതോടുകൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഈ ഒറ്റ കേസ് കൊണ്ട് അത് ഒതുങ്ങുന്നത് മാത്രമല്ല, കോടതിക്ക് ധൈര്യം വന്നു. കോടതി തന്റെ അടുത്തോട് തീരുമാനം എടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് രാഹുൽ ഈശ്വർ ജയിലിലല്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? IT ആക്ടിൽപ്പെട്ട സാധാരണ ഒരു കേസിൽ എന്താണ് അന്നത്തെ ദിവസം ജാമ്യം കിട്ടുന്ന കേസല്ലേ എന്ന് പറയുന്നത് നേരെ കൊണ്ട് ഹാജരാക്കുന്നു, ജാമ്യം മേടിച്ച് പുറത്തു വരുന്നു, പിറ്റേ ദിവസം രാവിലെ തലങ്ങും വിലങ്ങും കൊടുക്കുകയാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട യൂട്യൂബർമാർ ചെയ്ത പണിയാണ് ഇപ്പോഴും, അല്ലേ? 140, 150 കേസുണ്ട്. പക്ഷേ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഇന്ന് ജാമ്യം കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും. എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ നാളെ വന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കെതിരെ പറയുന്നത്? കേരളത്തിലെ അമ്മമാർക്ക്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കെതിരെയാണ്. വളരെ മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കൊണ്ട് കേരളത്തിൽ ഒരു ഗുണമുണ്ടായി. എന്താണെന്നറിയോ? ഇതുപോലെയുള്ള പീഡകന്മാർക്ക് പേടിയുണ്ടാവും. ഇനി ചെയ്യാൻ പേടിയുണ്ടാവില്ലേ? ഒരാൾക്ക് പേടി. ഒരു രാഷ്ട്രീയക്കാരനും എനിക്ക് ഉറപ്പുണ്ട്, ഒരു രാഷ്ട്രീയക്കാരനും ഒരാളോട് മോശമായി സംസാരിക്കുമ്പോൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഓർക്കൂലേ? കാരണം എന്താ? ആ ഓർക്കാനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന വലിയ രീതിയിൽ അറ്റാക്കാണ്. ഇത് മാധ്യമങ്ങളുടെ അറ്റാക്ക് മാത്രമല്ല, കേരളത്തിലെ ഓരോ ജനങ്ങളുടെ അറ്റാക്കാണ്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള അറ്റാക്കല്ല. കേരളത്തിലെ ജനങ്ങൾ, ഓരോ വീട്ടിലുള്ള സ്ത്രീകളും അമ്മമാരും ഈ വൈകുന്നേരങ്ങളിൽ വാർത്ത കണ്ടിരുന്നിട്ട് എന്താണ് ഇവൻ ചെയ്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ അവസാന നിമിഷം വരെ കോൺഗ്രസ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തല്ലോ. അവസാന നിമിഷം വരെ. എന്തിനാ ഇന്ന് ഇത് ജാമ്യം തള്ളുന്നത് വരെ കോൺഗ്രസ് മനസ്സിലാക്കിക്കോ? ജാമ്യം തള്ളുന്നത് വരെ വെയിറ്റ് ചെയ്തെന്തിനാ? ജാമ്യം തള്ളുന്നത് വരെ. തള്ളിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പുറത്താക്കുമോ? ഈ ജാമ്യം തള്ളിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയാൽ എന്താ സംഭവിക്കുക? കേരളത്തിൽ പുറത്താക്കില്ലായിരുന്നു, അവരെ സംരക്ഷിച്ചേനെ. അപ്പൊ ഈ പരാതി ഇല്ലാതാവുമോ? അല്ലെങ്കിൽ വല്ല ഇല്ലാതാവൂലല്ലോ. അപ്പം ഇതെന്താണ്? നിങ്ങളുടെ നേതാക്കന്മാർ, കേരളത്തിൽ ലക്ഷക്കണക്കിന് കോൺഗ്രസ് നേതാക്കന്മാരില്ലേ, കോൺഗ്രസ് പ്രവർത്തകരില്ലേ, താഴെത്തട്ടി അണികളില്ലേ, ഈ പറഞ്ഞ എന്താണ് 1000 സംതിങ് പഞ്ചായത്തുകൾക്ക് മെമ്പർമാർ കോൺഗ്രസിനെ മത്സരിക്കുന്നില്ലേ? ഇവരെല്ലാം അടിത്തട്ടിൽ ഓരോ വീട്ടിലും പോയിട്ട് മിണ്ടാട്ടം ഇല്ലാതെ ഇറങ്ങിയ അവസ്ഥ എത്തിച്ചില്ലേ? ഇത് 3 മാസം മുന്നേ ഈ പറയുന്ന VD സതീശൻ പറഞ്ഞല്ലേ? 3 മാസം മുന്നേ പറഞ്ഞാണേ. 3 ആഴ്ച മുന്നേ, 3 ദിവസം മുന്നേ അല്ല, 3 മാസം മുന്നേ. ഇത് നിയമസഭാ ഇലക്ഷന് പ്രശ്നമാവും, ഇത് പഞ്ചായത്ത് ഇലക്ഷന് പ്രശ്നമാവും, ഇത് നിങ്ങൾ ഇതുകൊണ്ട് ഇപ്പൊ തന്നെ പുറത്തിറക്കും. കേട്ടില്ല?
അപ്പൊ അതുകൊണ്ടെന്താണ് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ 100% ഇനി എന്താണ് ഈ കോൺഗ്രസ്സുകാർക്ക് ഇനി ഒന്നും പറയാനില്ല കേട്ടോ. കോൺഗ്രസ്സുകാരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി കോൺഗ്രസിന് ഒന്നും ചെയ്യാനില്ല. ഇനി രാജിവെക്കണോ രാജിവെക്കണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിന്റെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സൗകര്യമുണ്ട് രാജിവെക്കും, രാജിവെച്ചോ വെക്കാതിരിക്കുമോ എന്ന് ചോദിച്ചിട്ട് അതിനുവേണ്ടി ഇനി രാജിവെക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ പോകേണ്ട കാര്യമില്ല. കോൺഗ്രസ് ചെയ്യേണ്ട. പക്ഷേ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ 3 മാസം മുന്നേ എടുക്കേണ്ട തീരുമാനം നിങ്ങൾ ഈ അവസാന നിമിഷം കൊണ്ടിട്ട് നിങ്ങളുടെ പേരും വരെയും കളയുന്നത് വരെ നിങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയില്ലാത്തത് കൊണ്ട് ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 4 നേതാക്കന്മാരെ 5 നേതാക്കന്മാരെ ഒന്നിച്ചിരുന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് അതോടുകൂടി അവസാനിക്കേണ്ട കേസ്